محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ഈ ലോകത്തെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പ്രാവർത്തികമാക്കണമേ എന്ന് സ്വന്തത്തോടും തുടർന്ന് നിങ്ങളെ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്. അതർഹിക്കുന്നതിൻ്റെ ഗൗരവത്തിൽ വസിയ്യത്ത് ചെയ്യുകയാണ്. അർഹമറാഹിമായ തമ്പുരാൻ അവൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പകർത്തി ജീവിക്കുന്ന യഥാർത്ഥ നല്ല ദാസന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യ പ്രകൃതിയിൽപ്പെട്ടതാണ് ലജ്ജാശീലമെന്നുള്ളത്. ആദ്യത്തെ മനുഷ്യരായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഹവ്വാ ബീവിയും സ്വർഗത്തിൽ താമസിക്കവേ പിശാചിന്റെ പ്രേരണത്താൽ വിലക്കപ്പെട്ട കനി ഭക്ഷിച്ചതുകൊണ്ട് അവരുടെ നഗ്നത അവർക്ക് പരസ്പരം വെളിപ്പെട്ടപ്പോൾ ലജ്ജയാൽ അവർ അവരുടെ നഗ്നത മറക്കാൻ വേണ്ടി പരിശ്രമിച്ചു എന്ന് വിശുദ്ധ ഖുർആൻ അവരുടെ ചരിത്രങ്ങൾ നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. 7-ാമത്തെ സൂറത്തിലെ 22-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്ത് തുടങ്ങിയിട്ടുള്ളത് ഫദല്ലാഹുമാ ബിഗുറൂർ. അങ്ങനെ അവർ രണ്ടുപേരും വഞ്ചനയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ തരം താഴ്ത്തിക്കളഞ്ഞു. അവർ രണ്ടുപേരും വിലക്കപ്പെട്ട ആ വൃക്ഷത്തിൽ നിന്ന് കായ്കനികൾ ഭക്ഷിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഗുഹ്യസ്ഥാനങ്ങൾ വെളിപ്പെടുത്തുകയും അവർ രണ്ടുപേരും അവരുടെ ശരീരം മറക്കാൻ വേണ്ടി ഇലകൾ കൂട്ടിച്ചേർത്ത് അതിനെ പരിശ്രമിക്കുകയും ചെയ്തു എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. ആയത്തിന്റെ അവസാന ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് ചോദിച്ചിട്ടുള്ളത്, ഒന്ന്, നിങ്ങളോട് നേരത്തെ ആ വൃക്ഷത്തിൽ നിന്ന് കഴിക്കരുത് എന്നുള്ള താക്കീത് നൽകിയിട്ടില്ലേ എന്നുള്ളതാണ്. രണ്ടാമത്തത്, ഇന്ന ശൈത്താന ലക്കും അദുവ്വും മുബീൻ,
പിശാച് നിങ്ങളുടെ ശത്രുവാണ് എന്ന് നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ എന്ന് അവരുടെ ചരിത്രം വിശദീകരിക്കുന്നിടത്ത് ഖുർആൻ നമുക്ക് കൃത്യമായി പഠിപ്പിച്ചു തരുന്നുണ്ട്. പ്രപഞ്ചത്തിലെ ഇതര ജീവജാലങ്ങളിൽ നിന്ന് മനുഷ്യനെ വ്യതിരക്തമാക്കുന്ന വളരെ സുപ്രധാനമായിട്ടുള്ളൊരു വിശിഷ്ട ഗുണമാണ് ലജ്ജ എന്ന് പറയുന്നത്. തിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ പ്രേരണ നൽകുന്നതിനാൽ ലജ്ജയുടെ പങ്ക് വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെയാണ് എല്ലാ പ്രവാചകന്മാരും തങ്ങളുടെ സമൂഹത്തോട് നിങ്ങൾക്ക് ലജ്ജയില്ലെങ്കിൽ തോന്നിയതുപോലെ പ്രവർത്തിച്ചു കൊള്ളുക എന്ന് പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. ലജ്ജയുള്ളവർക്ക് മാത്രമാണ് തിന്മകളിൽ നിന്ന് മാറി നിൽക്കാനും നന്മകൾ ചെയ്യാൻ സാധ്യമാവുകയുള്ളൂ എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്ന ഹദീസിൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, ഇന്ന മിമ്മാ അദറകൻ നാസി മിൻ കലാമിൻ നുബുവത്തിൽ ഊല. പ്രവാചകന്മാരുടെ ആദ്യകാല അധ്യാപനങ്ങളിൽ ഒന്നാണ് ഇദാലം യസ്തഹി ഫസ്നഅ മാ ശിഅത. എല്ലാ പ്രവാചകന്മാരും അവരുടെ ആദ്യകാല അധ്യാപനങ്ങളിൽ ലോകത്തെ പഠിപ്പിച്ചിട്ടുള്ള ഒന്നാണ് എന്ത്? ലജ്ജയില്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നും പോലെ നിങ്ങൾ പ്രവർത്തിച്ചു കൊള്ളുക എന്നുള്ളത്. ഇന്ന് നമ്മുടെ നാടിൻ്റെ അവസ്ഥകൾ നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ ലജ്ജയില്ലാത്ത ഒരു സമൂഹമായി കൊണ്ടിരിക്കുന്ന ഒരവസ്ഥകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പറഞ്ഞതുപോലെ ലജ്ജയില്ലെങ്കിൽ തോന്നിയതുപോലെ അവൻ എന്തും പ്രവർത്തിക്കുമെന്നുള്ളതാണ്. അതാണ് ഓരോ ആഘോഷങ്ങൾ നമ്മളിലൂടെ കടന്നു പോകുമ്പോൾ വിളിച്ചോതിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ നാട്ടിൽ നടന്നിട്ടുള്ള ചുംബന സമരങ്ങളായിരുന്നാൽ, വത്തക്ക സമരങ്ങളായിരുന്നാൽ, ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങൾ പരിശോധിക്കപ്പെട്ടാൽ പ്രവാചകൻ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള ഇത്തരം വചനങ്ങളാണ് ഇന്ന് പുലർന്നു എന്ന് മാത്രമാണ് നമുക്ക് പറയാൻ സാധ്യമാവുക. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ലജ്ജ എന്നത് മാനുഷിക ഗുണമായി ഇസ്ലാമിൻ്റെ സ്വഭാവമായി കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഇസ്ലാമിൻ്റെ ഉന്നതവും ഉദാത്തവുമായിട്ടുള്ള കാര്യത്തിൽപ്പെട്ടതാണ് ലജ്ജ എന്ന സ്വഭാവം. അതൊരു മനുഷ്യനിൽ ഉണ്ടാകണമെന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾ നമ്മളോട് കൽപ്പിക്കപ്പെടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് പഠിപ്പിക്കുന്ന ധാരാളം വചനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതിലൊന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത് ഇന്ന ലികുല്ലി ദീനിൻ ദീനി ഖുലഖൻ വഖുലുഖൽ ഇസ്ലാമി ഹയാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്, എല്ലാ ദീനിലും ഒരു സ്വഭാവമുണ്ട്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് വഖുലികൽ ഇസ്ലാമു ഹയാ. ഇസ്ലാമിൻ്റെ സ്വഭാവമെന്ന് പറയുന്നത് അത് ലജ്ജയാണെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നു. മറ്റൊരു വചനത്തിൽ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ളത് കുന്നാ ഇൻദൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളുടെ അടുക്കൽ
ഫദകറ ഇൻദഹുൽ ഹയാ. ലജ്ജയെക്കുറിച്ച് പറയപ്പെട്ടപ്പോൾ സ്വഹാബത്ത് പ്രവാചകനോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ പ്രവാചകരെ, അൽ ഹയാഉ മിനദ്ദീൻ, ലജ്ജ ദീനിൽ പെട്ടതാണോ പ്രവാചകരെ? ലജ്ജയെക്കുറിച്ച് പ്രവാചകൻ സ്വഹാബത്തിന് പഠിപ്പിക്കപ്പെട്ടപ്പോൾ സ്വഹാബത്ത് പ്രവാചകനോട് ചോദിച്ച ചോദ്യമാണ്, ലജ്ജ എന്ന് പറയുന്നത് അത് ദീനിൽപ്പെട്ട കാര്യമാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന് ഉത്തരം കൊടുത്തിട്ടുള്ളത്, ബൽ ഹുവ ദീനു കുല്ലുഹു, അതേ, ദീൻ മുഴുവൻ അതാണ് ലജ്ജ എന്ന് പറയുന്നത്. നോക്കൂ നിങ്ങൾ, പ്രവാചകൻ എത്ര ഗൗരവത്തോടു കൂടിയിട്ടാണ് മനുഷ്യനിലുണ്ടാകേണ്ട വളരെ ഉദാത്തമായിട്ടുള്ള ഒരു സ്വഭാവത്തെക്കുറിച്ച് നമുക്ക് വിശദീകരിച്ചു തരുന്നത്. മനുഷ്യന്റെ പ്രകൃതിയിൽപ്പെട്ടതും ഇസ്ലാമിന്റെ സ്വഭാവവുമായിട്ടുള്ള ലജ്ജ, അത് നമ്മുടെ ഈമാനിൽപ്പെട്ടതാണെന്നുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റൊരു ഹദീസിലൂടെ നമുക്ക് വിശദീകരിച്ചു തരുന്നത്. നമ്മുടെ ഈമാനുമായി കൊണ്ട് കണക്ട് ചെയ്തതാണ് യഥാർത്ഥത്തിൽ ലജ്ജ എന്ന് പറയുന്നത്. പ്രവാചകന്റെ ധാരാളം ഹദീസുകൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാണാൻ സാധിക്കും. ഒരിടത്ത് പ്രവാചകൻ പറഞ്ഞത്, അൽ ഹയാഉ മിനൽ ഈമാൻ, ലജ്ജ ഈമാനിൽപ്പെട്ടതാണ്. മറ്റൊരിക്കൽ പ്രവാചകൻ പറഞ്ഞത്, ഇന്നൽ ഹയാ ശുഅബത്തും മിനൽ ഈമാൻ, തീർച്ചയായും ലജ്ജ എന്ന് പറയുന്നത് ഈമാനിന്റെ ഒരു ശാഖയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റൊരു ഹദീസിൽ പഠിപ്പിച്ചു, അൽ ഈമാൻ, ഈമാൻ എന്ന് പറയുന്നത് ബിൽഉ വസബഊന ഔ ബിൽഉ വസിത്തൂന ശുഅബ, ഈമാൻ എന്ന് പറയുന്നത് 60-ൽ പരം അല്ലെങ്കിൽ 70-ൽ പരം ശാഖകളുണ്ട്. അതിലേറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ശാഖ എന്ന് പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതാണ്. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, വഅദ്നാഹ ഇമാതത്തുൽ അദാ അനിത്തൊരീഖി വൽ ഹയാഉ ശുഅബത്തും മിനൽ ഈമാൻ. ആ ഹദീസിന്റെ അവസാനത്തിൽ പ്രവാചകൻ പറയുകയാണ്, ഈമാനിൽ ഏറ്റവും അടിയിലുള്ളത് വടിയിൽ നിന്ന് ഉപദ്രവങ്ങൾ നീക്കലാണ്. ലജ്ജ എന്ന് പറയുന്നത് സത്യവിശ്വാസത്തിന്റെ ഒരു ശാഖ കൂടിയാണ്. ഈ ഹദീസ് നമ്മൾ പരിശോധിച്ച് നോക്കുക. ഈമാനിന്റെ വിവിധ ശാഖകളിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്നത് ഏതാണ്? അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതാണ്, അല്ലേ? എന്നാൽ അതിലേറ്റവും താഴെയുള്ളത് പ്രവാചകൻ ഇവിടെ പഠിപ്പിച്ചത് വഴിയിൽ നിന്ന് ഉപദ്രവങ്ങൾ നീക്കൽ എന്നുള്ളതാണ്. അത് പറഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് എന്താണ്? ഒരു ശാഖയാണ്, അല്ലേ, ലജ്ജ എന്ന് പറയും. നോക്കൂ നിങ്ങൾ, അപ്പൊ എത്രമാത്രം, അല്ലേ, അതിന് പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ് ഈ ഹദീസിലൂടെ നമുക്ക് വിശദീകരിച്ച് തരുന്നത്. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ, അല്ലേ, അൻസാറുകളിൽപ്പെട്ട ഒരാളുടെ അരികിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ നടന്നു പോവുകയാണ്. ആ സമയത്ത് ഒരാൾ മറ്റൊരാൾക്ക് ലജ്ജ എന്ന കാര്യത്തെക്കുറിച്ച് ഉപദേശിച്ചു കൊണ്ടിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപദേശിക്കുന്ന വ്യക്തിയോട് പറഞ്ഞിട്ടുള്ളത്, ദഅഹു, നീ അവനെ വിടുക, ഫഇന്നൽ ഹയാഅ മിനൽ ഈമാൻ, ലജ്ജ വിശ്വാസത്തിൽ പെട്ടതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് ഉപദേശം നൽകി. സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, മോശമായതും അനർഹരുടെ അനർഹതയിൽ കുറവ് വരുത്തുന്നതും വെടിയാൻ വേണ്ടി പ്രചോദനമേകുന്ന ഉത്തമമായിട്ടുള്ള ഒരു സ്വഭാവമാണ് ലജ്ജ എന്ന് പറയുന്നത്. ചിലർ
ലജ്ജയുള്ളവരായി കൊണ്ട് തന്നെ ജനിക്കുന്നു. ചിലരാകട്ടെ അവർക്ക് പ്രകൃതിദത്തമായി കൊണ്ട് റബ്ബ് അത് ഔദാര്യമായി കൊണ്ട് നൽകുകയും ചെയ്യുന്നു. ലജ്ജാശീലം ഒരു മുസ്ലിമിനുണ്ടാകുന്നത്, ഒരു വിശ്വാസിയിലുണ്ടാകുന്നത് അവൻ്റെ മതനിഷ്ഠയിലൂടെയാണ് അവൻ അത് നേടിയെടുക്കുന്നത്. അതുകൊണ്ടാണ് വിലക്കപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് ഒരു മുസ്ലിമിന് മാറി നിൽക്കാൻ സാധിക്കുന്നത് ഇത്തരം ലജ്ജ അവന്റെ സ്വഭാവങ്ങളിൽ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെയാണ്. എന്നാൽ ഇവിടെ നമ്മൾ ഗൗരവത്തോടു കൂടി മനസ്സിലാക്കേണ്ടത് ലജ്ജയും ഈമാനും പരസ്പരം കൂടിച്ചേർന്നിട്ടുള്ളതാണ്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ പല രൂപത്തിലുള്ള അനാചാരങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത് മനുഷ്യനിൽ നിന്ന് ലജ്ജ എന്നുള്ള സ്വഭാവം, അല്ലെങ്കിൽ ലജ്ജ അവനിൽ ഒരിക്കലും തന്നെ തീണ്ടാതെ പോകുമ്പോഴാണ്, ലജ്ജ അവനിൽ ഇല്ലാതെയാകുമ്പോഴാണ് പല രൂപത്തിലുള്ള തോന്നിവാസങ്ങളും ഇന്ന് മനുഷ്യൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പഠിപ്പിക്കപ്പെട്ട ഗൗരവപ്പെട്ട ഒരു വാചകങ്ങൾ നമ്മൾ കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. ഏതിലേക്കാണ് നമ്മൾ കൂട്ടിച്ചേർക്കേണ്ടത്? ഇന്ന് നമ്മുടെ കല്യാണങ്ങൾ നമ്മൾ പരിശോധിച്ചു നോക്കുക. ആ കല്യാണ മാമാങ്കങ്ങളിൽ നടത്തപ്പെടുന്ന എന്തൊക്കെ തോന്നിവാസങ്ങളാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. കല്യാണത്തിന്റെ പേരിൽ പുതിയണ്ണും പുതിയാപ്പിളയും ഒരു ഉളുപ്പുമില്ലാതെ അന്യരുടെ മുമ്പിൽ ആടുന്ന രംഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ പല രൂപത്തിലുള്ള അനാചാരങ്ങൾ, അല്ലെങ്കിൽ പല രൂപത്തിലുള്ള തോന്നിവാസങ്ങളാണ് ഇന്ന് കല്യാണത്തിന്റെ രൂപത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. DJ പാട്ടുകൾ, അതുപോലെയുള്ള മ്യൂസിക്കിന്റെ അരങ്ങുകൾ തീർത്തുകൊണ്ട് എന്തെല്ലാം കോപ്രായിത്തങ്ങളാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ആണും പെണ്ണും ഇടകലർന്നുകൊണ്ട് എന്തെല്ലാമാണ് ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ക്യാമ്പസുകളിലേക്ക് നമ്മൾ ഒന്ന് കണ്ണോടിച്ചു നോക്കിയാൽ ആണും പെണ്ണും ഒരേ ബെഞ്ചിൽ ഇരുന്നു കൊണ്ട് പഠനങ്ങൾ നടത്തപ്പെടുന്നു. ഇങ്ങനെ അവരോട് ഇത്തരം കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അവർക്ക് പറയാനുള്ളത് എന്താണതിന് കുഴപ്പമെന്നുള്ളതാണ്. ആകാശം ഇടിഞ്ഞു വീഴുമോ എന്നാണ് ആളുകൾ ചോദിച്ചു കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട്? ഇവിടെയാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ച ഹദീസിന്റെ ഗൗരവങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ലോകത്തിന്റെ പ്രവാചകൻ പറഞ്ഞ വാചകം ഇങ്ങനെയാണ്: ഇന്നൽ ഹയാ വൽ ഈമാൻ ഫരീഖനാ ജമീആ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ വചനങ്ങൾ, ഇന്ന് പുലർന്നുകൊണ്ടിരിക്കുന്ന രംഗങ്ങൾ എത്ര അർത്ഥവത്തായിട്ടുള്ള വാചകങ്ങളാണ് ലോകത്തിന്റെ പ്രവാചകൻ നമ്മളെ പഠിപ്പിച്ചത്. പ്രവാചകന്റെ വാചകം ഇങ്ങനെയാണ്: തീർച്ചയായും ലജ്ജയും ഈമാനും പരസ്പരം ബന്ധിപ്പിക്കപ്പെട്ടതാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ വാചകം എന്താണ്? ഖരീനാ ജമീആ. അത് രണ്ടും പരസ്പരം ബന്ധിപ്പിക്കപ്പെട്ടതാണ്. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞ വാചകം ഇങ്ങനെയാണ്: ഫൈദാ റഫഅ അഹദുഹുമാ റഫഅൽ ആഖിറ. ഈ ഈമാനും അതുപോലെ തന്നെ ലജ്ജയും രണ്ടിലേതെങ്കിലും ഒന്ന് ഉയർത്തപ്പെട്ടാൽ അത് മറ്റൊന്ന് ഉയരപ്പെടും. ലജ്ജയില്ലെങ്കിൽ ഈമാൻ ഉണ്ടാവുകയില്ല, ഈമാൻ ഇല്ലെങ്കിൽ അയാൾക്ക് ലജ്ജയുണ്ടാവുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് വിശദീകരിച്ചു തരികയാണ്. ഇതാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നോക്കൂ നിങ്ങൾ, ഇന്ന് യാത്രകൾ പോലും എങ്ങനെയാണ്, യാത്രകൾ പോലും എങ്ങനെയാണ്. ഗേൾ ഫ്രണ്ട്, ഗേൾ ബോയ്, ഗേൾ അതുപോലെയുള്ള ഓരോ പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇന്ന് കുട്ടികൾ യാത്രകൾ പോലും ചെയ്തുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ്. പരസ്പരം തൊട്ടൊരുമ്പിക്കൊണ്ട് യാത്രകൾ നടത്തുന്നു.
അല്ലേ? അങ്ങനത്തെ സംസാരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. എല്ലാ മേഖലകളിലും നോക്കൂ നിങ്ങൾ, എല്ലാ മേഖലകളിലും ഇതെന്ന് തന്നെ വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട്? ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ലജ്ജ നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുമ്പോൾ ഇത്തരം തോന്നിവാസങ്ങൾ മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞതെന്ത്? ഒരു വിശ്വാസിയിൽ ലജ്ജ നഷ്ടപ്പെട്ടാൽ അവന്റെ ഈമാന് നഷ്ടപ്പെടും. ഈമാന് നഷ്ടപ്പെട്ടാൽ അവന്റെ ലജ്ജയും നഷ്ടപ്പെടും. അതിൻ്റെ ഓരോ തിട്ട അനുഭവങ്ങളാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ രംഗങ്ങൾ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളൊക്കെ എതിർത്തു. പലരും ചോദിച്ചു, എന്താ സുംബ ഡാൻസിന് ഇത്ര വലിയ പ്രശ്നമെന്ന് ചോദിച്ചു. ഇല്ലേ? നോക്കൂ നിങ്ങൾ, മര്യാദക്ക് വസ്ത്രങ്ങൾ പോലും ധരിക്കാൻ തയ്യാറാകാത്ത കാലഘട്ടം നോക്കൂ നിങ്ങൾ. ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ ധരിച്ചതുകൊണ്ട് എന്താ കുഴപ്പമെന്നാണ് ആളുകൾ ചോദിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവനെന്തു വസ്ത്രം ധരിക്കണമെന്നുള്ളത് ഇസ്ലാം കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതാണായിരുന്നാലും അത് പെണ്ണായിരുന്നാലും എന്തു ധരിക്കണമെന്നുള്ളത് കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണ്? അല്ലേ? ആണ് പെണ്ണിന്റെ വേഷങ്ങൾ ധരിക്കുന്ന, പെണ്ണ് ആണിന്റെ വേഷങ്ങൾ ധരിക്കുന്ന, ലജ്ജ നഷ്ടപ്പെട്ട ഒരു സമൂഹത്തെയാണ്, ജനതയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലജ്ജ എന്നതിന് ഏറ്റവും ഉദാത്തമായിട്ടുള്ള മാതൃക കാണിച്ച പ്രവാചകന്റെ ചരിത്രങ്ങളിലൂടെ നമ്മൾ കണ്ണോടിച്ചു നോക്കിയാൽ എത്ര കൃത്യമാണ് പ്രവാചകന്റെ ജീവിതത്തിന്റെ ഓരോ രംഗങ്ങളെന്നുള്ളത് ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ മക്കൾക്കൊക്കെ ലജ്ജയുണ്ടോ? നമ്മൾ ചിന്തിച്ചു നോക്കണം. ഒരു ലജ്ജയില്ല, അല്ലേ? ഏതൊരു സദസ്സിലേക്കും എത്ര കൂളായിട്ടാണ് ഓരോ പെണ്ണുങ്ങളും ആണുങ്ങളും കയറി പോകുന്നത്. ആരാ നിൽക്കുന്നത്? ഏതാ സദസ്? അല്ലേ? ഏത് രംഗത്തേക്കാണ് ഞാൻ കയറിപ്പോകുന്നത്? ആരുടെ മുമ്പിലേക്കാണ് കയറിപ്പോകുന്നത് എന്ന് പോലും നോക്കാതെ, ഒരു ലൈസൻസും ഇല്ലാതെ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ഉളുപ്പുമില്ലാതെ എവിടേക്കും എന്തും ചെയ്യുന്ന രംഗങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില രംഗങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വിശദീകരിക്കാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലജ്ജയ്ക്ക് ഏറ്റവും വലിയ മാതൃക കാണിച്ച മഹാപുരുഷനായിരുന്നു. പ്രവാചകന്റെ ലജ്ജയെ കുറിച്ച് പറഞ്ഞു തന്നിട്ടുള്ളത്, മണിയറയിൽ ഇരിക്കുന്ന കന്യകകളേക്കാൾ ലജ്ജാശീലമുള്ള വ്യക്തിയായിരുന്നു ലോകത്തിന്റെ പ്രവാചകൻ. വെറുപ്പുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണാനിടയായാൽ പ്രവാചകന്റെ മുഖത്ത് നിന്ന് അത് ഞങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിരുന്നു എന്നുള്ളതാണ്. ഒരു തിന്മ ചെയ്യാൻ ഒരു മനുഷ്യന് മടിയില്ലെങ്കിൽ, ആ തിന്മകൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളിൽ നിന്ന് ലജ്ജ നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. ലജ്ജ മാത്രമല്ല, ഈമാൻ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. ഈമാൻ ഉണ്ടാകുമ്പോൾ ലജ്ജ നമ്മളിലുണ്ട്. ലജ്ജയുണ്ടാകുമ്പോൾ തിന്മകൾ ചെയ്യാൻ നമുക്ക് തോന്നുകയില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളൊക്കെ നമുക്ക് വിശദീകരിച്ചു തരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ലജ്ജയെ കുറിച്ച് നോക്കൂ നിങ്ങൾ. ഇസ്ലാമിന്റെ ചരിത്രങ്ങൾ പരിശോധിച്ചാൽ വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്ത് പോലും പ്രവാചകന്റെ ലജ്ജയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവതരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആൻ നമ്മൾ പരിശോധനകൾക്ക് വിധേയമാക്കിയാൽ നോക്കൂ നിങ്ങൾ, പ്രവാചകൻ 33-ാമത്തെ സൂറത്തിലെ 53-ാമത്തെ വചനം ആ ലജ്ജയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് വിശദീകരിച്ചു തരുന്നത്. എന്താണ് ആ സംഭവങ്ങൾ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ചില ആളുകളെ സൈനബ റളിയല്ലാഹുവിന്റെ വിവാഹം കഴിച്ച സന്ദർഭത്തിൽ കുറെ ആളുകൾ സദ്യക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ക്ഷണിക്കുകയുണ്ടായി. ഭക്ഷണം കഴിച്ച് ചിലരെന്താക്കി, അവിടെ തന്നെ ഇരുന്ന് വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു.
അവർ എഴുന്നേറ്റു പോകുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ സമയത്ത് അവരോട് പറയാൻ എന്തായി? ലജ്ജയായി. കാരണം പ്രവാചകന്റെ വിവാഹ സൽക്കാരത്തിനാണ് ആളുകളെ പ്രവാചകൻ വിളിച്ചിട്ടുള്ളത്. ആ സമയത്ത് വിവാഹത്തിന്റെ സൽക്കാരം അല്ലേ കഴിഞ്ഞിട്ടും അവർ പോകാതിരുന്നപ്പോൾ അവരോട് ഇങ്ങനെ പറയും. ഞാൻ പറഞ്ഞാൽ എന്ത് വിചാരിക്കും? പ്രവാചകന് ലജ്ജ തോന്നി. ഈ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലെ ആയത്തിറക്കി. ഖുർആൻ അവിടെ തുടങ്ങിയത് യാ അയ്യുഹല്ലദീന ആമനു, ഏ വിശ്വസിച്ച ആളുകളെ, ലാ തദ്ഖുലൂ ബുയൂതൻ നബിയ്യ ഇല്ലാ അൻ യുഅദ്ദന ലക്കും ഇലാ തുആമി ഗൈരി നാദിരീൻ. സത്യവിശ്വാസികളെ, ഭക്ഷണത്തിന് നിങ്ങളെ ക്ഷണിക്കുകയും നിങ്ങൾക്ക് സമ്മതം കിട്ടുകയും ചെയ്തിട്ടല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീടുകളിലേക്ക് നിങ്ങൾ കടന്നു ചെല്ലരുത്. എന്നിട്ട് വിശുദ്ധ ഖുർആൻ തുടർന്നുകൊണ്ട് പറയുകയാണ്, ആ ഭക്ഷണം പാകമാകുന്നത് നിങ്ങൾ നോക്കിയിരിക്കാൻ ഇടവരരുത്. പക്ഷേ നിങ്ങളെ അതിലേക്ക് ക്ഷണിക്കപ്പെട്ടാൽ നിങ്ങൾ ആ ക്ഷണം സ്വീകരിക്കുകയും അത് ഭക്ഷിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ നിന്ന് പിരിഞ്ഞു പോവുകയും ചെയ്യണം. പിന്നെ നിങ്ങൾ അവിടെ വർത്തമാനങ്ങൾ പറഞ്ഞ് രസിച്ചിരിക്കുകയും ചെയ്യരുത്. തീർച്ചയായും അതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശല്യപ്പെടുത്തുന്നതാകുന്നു. എന്നിട്ട് വിശുദ്ധ ഖുർആൻ പറയുകയാണ്, എന്നാൽ നിങ്ങളോട് അത് പറയാൻ, പ്രവാചകന് അത് പറയാൻ ലജ്ജ തോന്നുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഇന്ന ദാലികും കാന യുഅദ്ദിൻ നബിയ്യ ഫയസ്തഹീ മിൻകും. അല്ലാഹുവിന്റെ പ്രവാചകനോട്, പ്രവാചകന് നിങ്ങളോട് അത് പറയാൻ ലജ്ജ തോന്നുകയാണ്. വല്ലാഹു ലാ യസ്തഹീ മിനൽ ഹഖ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിന്റെ അവസാനത്തിൽ പറഞ്ഞ വാചകം ഇങ്ങനെയാണ്, സത്യത്തിന്റെ കാര്യത്തിൽ അല്ലാഹുവിന് ലജ്ജ തോന്നുകയില്ല. പ്രവാചകന്റെ ലജ്ജയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവതരിപ്പിച്ച രംഗങ്ങൾ വരെ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് വളരെ ലജ്ജയുള്ള ആളായിരുന്നു സ്വഹാബ കിറാമിന്റെ കൂട്ടത്തിൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ ഒരു ചരിത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട്. ലജ്ജ കൊണ്ട് മലക്കുകൾ പോലും ലജ്ജിച്ചു എന്നാണ്. ആരുടെ? ഉസ്മാൻ റളിയല്ലാഹുവിന്റെ ലജ്ജ കൊണ്ട് മലക്കുകൾ പോലും ലജ്ജിച്ചു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹ നിവേദനം ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു പറയാണ്, എൻ്റെ വീട്ടിൽ അല്ലേ ഒരു കട്ടിലിൽ കടന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ വിശ്രമിക്കുക. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ കാലിൽ നിന്ന് തുണികൾ എന്താക്കിയിട്ട് അല്പം നീങ്ങിപ്പോയിട്ടുണ്ട്. പ്രവാചകന്റെ വീട്ടിലേക്ക് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കടന്നു വന്നു. മുറിയിലേക്ക് പ്രവേശിക്കാൻ അനുവാദം ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അനുവാദം നൽകി. പ്രവാചകൻ ഏതൊരു അവസ്ഥയിലാണോ ഉള്ളത് അതേ അവസ്ഥയിലേക്കാണ് അവിടെ നിന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സംസാരിച്ചു കൊണ്ട് മടങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോൾ അതാ ഉമർ റളിയല്ലാഹു അൻഹു കടന്നു വന്നു. ഉമർ റളിയല്ലാഹു അൻഹു കടന്നു വന്നപ്പോഴും പ്രവാചകന്റെ കാലിൽ നിന്ന് തുണികൾ അല്പം നീങ്ങിയിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു അനുവാദം ചോദിച്ചു, അനുവാദം നൽകി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റൂമിലേക്ക് കടന്നു വന്ന് അവിടെ നിന്ന് സംസാരിച്ചു കൊണ്ടതാ ഉമർ റളിയല്ലാഹു അൻഹു പിരിഞ്ഞുപോയി. കുറച്ചു കഴിഞ്ഞപ്പോൾ അതാ ഉസ്മാൻ റളിയല്ലാഹു അൻഹു കടന്നു വന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു കടന്നു വന്നപ്പോൾ
അനുവാദം ചോദിച്ചു. പ്രവാചകൻ അനുവാദം നൽകി. പക്ഷേ ഉസ്മാൻ റളിയല്ലാഹു അൻഹു കടന്നു വന്നപ്പോൾ തൻ്റെ കാലിൽ നിന്ന് നീങ്ങിയ തുണി പ്രവാചകനത് നേരെയാക്കി. നേരത്തെ വന്ന 2 സ്വഹാബാക്കൾ വന്നപ്പോൾ അത് നേരെയാക്കിയിട്ടില്ല. പക്ഷേ ഉസ്മാൻ റളിയല്ലാഹു അൻഹു കടന്നു വന്നപ്പോൾ അദ്ദേഹം നേരെയാക്കി. ഉസ്മാൻ റളിയല്ലാഹുവിനോട് സംസാരിച്ചു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പിരിഞ്ഞു പോയപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ഇതെല്ലാം കാണുന്നുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, അബൂബക്കർ റളിയല്ലാഹു അൻഹു വന്നപ്പോൾ, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു വന്നപ്പോൾ അങ്ങ് തുണി മാറ്റിയിട്ടില്ലല്ലോ, പക്ഷേ എന്തുകൊണ്ടാണ് അങ്ങ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു കടന്നു വന്നപ്പോൾ ആ തുണികൾ നേരെയാക്കിക്കൊണ്ട് അങ്ങിരുന്നിട്ടുള്ളതെന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ റളിയല്ലാഹു അൻഹ കൊടുത്ത ഉത്തരം ഇങ്ങനെയാണ്: അലാ അസ്തഹീ മിനർ റിജാലി തസ്തഹീ മിൻഹു മലായിക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ റളിയല്ലാഹു അൻഹ കൊടുത്ത മറുപടി ഇതാണ്: മലക്കുകൾ പോലും ലജ്ജിക്കുന്ന ഒരാളെ തൊട്ട് ഞാൻ എങ്ങനെ ലജ്ജിക്കാതിരിക്കും? ആര്? മലക്കുകൾ പോലും ലജ്ജിക്കുന്ന ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. നോക്കൂ നിങ്ങൾ, ആ ഉസ്മാനിനെ തൊട്ട് ഞാൻ എങ്ങനെ ലജ്ജിക്കാതിരിക്കും? അതേ കിടപ്പിൽ ഞാൻ കിടന്നിരുന്നെങ്കിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു മുറിയിലേക്ക് പ്രവേശിക്കാതെ ലജ്ജ താഴ്ത്തിക്കൊണ്ട് എന്നോട് പറയേണ്ട കാര്യങ്ങൾ പറയാതെ എൻ്റെ അനുചരൻ കടന്നു പോകും, എൻ്റെ അനുചരൻ കടന്നു പോകും. അത് ലജ്ജിച്ചുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ തുണികൾ നേരെയാക്കിക്കൊണ്ട് അവിടെ നിന്ന് പ്രവാചകൻ ഇരുന്നിട്ടുള്ളതെന്ന് ആയിഷ റളിയല്ലാഹു അൻഹ മറുപടി നൽകുകയാണ്. നോക്കൂ നിങ്ങൾ, അവരുടെ ജീവിതത്തിൽ ആ സ്വഭാവം എത്രത്തോളം ഉണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ ജീവിതത്തിലോ, ഇന്ന് നമ്മുടെ സമൂഹത്തിലെ ആളുകൾക്കോ, ഇന്ന് നമ്മുടെ ആളുകളിലെ ഇടയിലുള്ള വളർന്നു വരുന്ന തലമുറയിൽ ഈ ലജ്ജാശീലം എത്രയുണ്ട് എന്ന് ഗൗരവത്തിൽ ഞാനും നിങ്ങളും ചിന്തിക്കേണ്ടതുണ്ട്. അതില്ലാത്തതിൻ്റെ കാരണമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആണും പെണ്ണും ഒരുമിച്ചിരുന്നു കൊണ്ടുള്ള യാത്രകൾ നടക്കുന്നത്. നോക്കൂ നിങ്ങൾ, പലപ്പോഴും ദീർഘമായ യാത്രകൾ പലപ്പോഴും നമ്മളൊക്കെ ചില സമയത്തട് പെട്ടുപോകാറുണ്ട്. ആണാണ് ഇരിക്കുന്നത് എന്ന് കണ്ടിട്ട് പോലും ചില സ്ത്രീകൾ സീറ്റ് ഉണ്ട് എന്ന് കണ്ടല്ലേ അവിടെ വന്ന് ഒരു ലജ്ജയും ഒരു ഉളുപ്പുമില്ലാതെ വന്നിരിക്കുന്ന എത്ര ആളുകൾ. നോക്കൂ നിങ്ങൾ, എന്തുകൊണ്ട്? ഇത് നമ്മൾ പരിശോധിക്കേണ്ടത് നമ്മുടെ നാട്ടിലുള്ള കല്യാണ മാമ്പാങ്ങൾ പരിശോധിക്കും നമ്മൾ. അവിടേക്ക് എന്തൊക്കെ പാട്ടുകൾ ഇട്ടുകൊണ്ടാണ് ആണും പെണ്ണും ഡാൻസും കൂത്തുകളും നടത്തുന്നത്. എന്തുകൊണ്ട്? ഈ സ്വഭാവം ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെടുമ്പോൾ അതൊക്കെ ഉണ്ടാവും. JCBയിലാണ് ഇന്ന് പുതിയാപ്പിളയെ കൊണ്ടുവരുന്നത്, അല്ലേ? ടിപ്പർ ലോറിയിലാണ് പുതിയാപ്പിളയെ കൊണ്ടുവരുന്നത്. എന്തെല്ലാം കോലത്തിൽ നമ്മൾ ആലോചിക്കണം. കേക്ക് മുറിക്കുന്നു, ഏതൊക്കെ കോലത്തിലുള്ളതാണ്. നോക്കൂ നിങ്ങൾ, ഏതൊക്കെ കോലത്തിലുള്ളതാണ്. മിമ്പറിൽ വെച്ച് പറയാൻ പറ്റാത്ത രൂപത്തിലുള്ള കേക്കുകളാണ് കൊണ്ടുവരുന്നത്. ആണും പെണ്ണും മനുഷ്യന്റെ കണ്ണ് താഴ്ത്തേണ്ട രൂപത്തിൽ ഒരു മനുഷ്യന്റെ കിടപ്പറയിൽ ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ പോലും റോഡരികിലിരുന്നു കൊണ്ട് ചെയ്യുന്ന സമൂഹം എവിടേക്ക് എത്തി? നമ്മുടെ മക്കൾ. എന്തുകൊണ്ട്? ഞാനിവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെയുള്ള സ്വഭാവങ്ങൾ ലജ്ജാശീലം നഷ്ടപ്പെടുമ്പോൾ സഹോദരന്മാർ ഇതൊക്കെ അവിടെ കാണേണ്ടി വരും. അതുകൊണ്ട് ഇത്തരം സ്വഭാവങ്ങൾ ജീവിതത്തിലേക്ക് പകർത്തി അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ
ശ്രമിക്കുക, ശ്രദ്ധിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പ്രാവർത്തികമാക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയും സൂചിപ്പിച്ചു വന്നിട്ടുള്ളത്, ലജ്ജ എന്ന് പറഞ്ഞാൽ ആരോടും മിണ്ടാതെ ഒരു മൂലയിൽ നാണിച്ചിരിക്കുക എന്നതല്ല ലജ്ജ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നു. ലജ്ജയും നാണം കുണുങ്ങലും അത് രണ്ടും രണ്ടാണ്. നമ്മൾ കൃത്യമായി കൊണ്ട് പഠിക്കണം. ശരി, നാണം കുണുങ്ങ എന്ന് പറയുന്നതും ലജ്ജ എന്ന് പറയുന്നത് രണ്ടും രണ്ട് തന്നെയാണ്. സകലമാന തിന്മകളിലേക്കും വഴി കാണിക്കുന്ന ഒരു സ്വഭാവം നമ്മളിൽ നിന്ന് ലജ്ജാശീലം നഷ്ടപ്പെട്ടാൽ എന്തൊക്കെ തിന്മകൾ നമ്മുടെ സമൂഹത്തിലുണ്ടോ അതൊക്കെ മനുഷ്യർ ചെയ്യുമെന്നുള്ളത് തീർച്ചയാണ്. ഒരു സംശയങ്ങളും വേണ്ട. അതിനൊന്നും ഞാൻ ഉദാഹരണങ്ങൾ പറയുന്നത് ലൈവായി എന്തെല്ലാം ഉദാഹരണങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മുടെ തൊട്ടടുത്ത് നടന്നിട്ടുള്ള ആഘോഷങ്ങൾ മാത്രം പരിശോധിച്ചാൽ മതി. ക്യാമ്പസുകളിൽ നമ്മുടെ കുട്ടികളൊക്കെ എന്തെല്ലാമാണ് ചെയ്തുകൊണ്ടിട്ടുള്ളത്. പേരെന്താ? മുസ്ലിമാണ് അല്ലേ? തട്ടമിട്ട പെൺകുട്ടികൾ, നാമമുള്ള മുസ്ലിം നാമമുള്ള അല്ലേ ആൺകുട്ടികളും പെൺകുട്ടികളും. ഇന്നൊരുപാട് ക്രൂരകൃത്യങ്ങൾ നമ്മൾ കണ്ടുകൊടുക്കും. ലൈംഗിക പീഡനങ്ങൾ അല്ലേ, മോഷണങ്ങൾ, വ്യഭിചാരങ്ങൾ, കൊലപാതകങ്ങൾ. ഇതൊക്കെ മനുഷ്യനുണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് മനുഷ്യനിൽ ലജ്ജ നഷ്ടപ്പെടുമ്പോൾ അതൊക്കെ ഉണ്ടാകും. അതുകൊണ്ടാണല്ലോ ഞാൻ നേരത്തെ പറഞ്ഞത്, ഈമാൻ ഉണ്ടാകുമ്പോൾ ലജ്ജ ഉണ്ടാകും, ഈമാൻ ഇല്ലെങ്കിൽ ലജ്ജ ഉണ്ടാകും. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ അൽ ഹയാഉ ലാ യഅതി ഇല്ലാ ബിഖൈർ. ലജ്ജാശീലം നന്മയല്ലാതെ ഒന്നും തന്നെ കൊണ്ടുവരികയില്ല. ലജ്ജ നമ്മുടെ ജീവിതത്തിലുണ്ടോ, നന്മയല്ലാതെ മറ്റൊന്നും നമുക്കത് കൊണ്ടുവരികയില്ല. അൽ ഹയാഉ കുല്ലുഹു ഖൈർ അല്ലേ, ലജ്ജ മുഴുവനും നന്മയാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഒരു നല്ല സ്വഭാവം ജീവിതത്തിൽ പകർത്തി നമ്മുടെ ഈമാനുകൾ ഉറപ്പിച്ചു നിർത്താൻ, തിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ അല്ലേ നമ്മളെല്ലാവരും ശ്രമിക്കുക, ശ്രദ്ധിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ഒരു കൂട്ടരെ സ്വർഗത്തിലേക്കും മറ്റൊരു കൂട്ടരെ നരകത്തിലേക്കും വേർതിരിക്കുമ്പോൾ സ്വർഗത്തിലേക്ക് വേർതിരിക്കുന്ന ആളുകളിൽ അള്ളാഹു നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.